വിത്തൗട്ട് നെയ്മർ എങ്ങനെ നമുക്ക് കളിക്കാൻ കഴിയും എന്നുള്ള ഒരു പ്ലാനാണ് കാർലോ ഇപ്പോ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. സോ അത് തന്നെയാണ് വേണ്ടത്. കാരണം നെയ്മറുടെ അവസ്ഥ അതാണ്. കാരണം എപ്പോ വേണമെങ്കിലും നെയ്മർ ഒരു കളി തുടങ്ങിയാൽ മുഴുവിപ്പിക്കുമെന്ന് നമുക്ക് അറിയില്ല. അപ്പൊ അവിടെ നെയ്മർ വെച്ചിട്ടല്ല പ്ലാൻ ചെയ്യേണ്ടത്, മറിച്ച് നെയ്മർ ഇല്ലാത്ത ഒരു ബ്രസീൽ ടീമിനെ തന്നെയാണ് മേക്ക് ചെയ്യേണ്ടത്. സോ അങ്ങനെ ഒരു ടീമിനെ മേക്ക് ചെയ്ത് കൊണ്ടുവന്ന് അതിന്റെ ഇടയിലേക്ക് നെയ്മറെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അത് കിടിലമായിരിക്കും എന്നുള്ളത് എനിക്കറിയാം, എനിക്ക് തോന്നുന്നു. കാരണം നെയ്മർ ഇല്ലെങ്കിലും പ്രശ്നമില്ല, പക്ഷെ നെയ്മർ അതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡബിൾ എഫക്റ്റ് വരുന്നു. അങ്ങനെ ഒരു പരിപാടിയാണ് കാർലോ ഇവിടെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ കാർലോ കുക്ക് ചെയ്യുന്ന ആ സാധനം ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നൈസായിട്ട് നമ്മൾ ആ വേൾഡ് കപ്പ് തൂക്കും എന്നുള്ളത് ഉറപ്പ് കാര്യമാണ്. ഇന്ന് ഫ്രാൻസിനെ നമുക്ക് 2-1 അത് വലിയ തോൽവിയോ കാര്യമൊന്നും അല്ല, പിന്നെ ഫ്രണ്ട്ലി ആണ്. അതുകൊണ്ട് ഇന്ന് കമ്പാരിറ്റീവ്ലി വൃത്തിയായിട്ട് അവർ കളിച്ചു. അപ്പം നെയ്മറെ കൊണ്ടുവന്നില്ല, നെയ്മർ വന്നില്ല, നെയ്മറെ സ്കോഡിൽ ഇട്ടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ വെറുതെ പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. നെയ്മറെ എപ്പോ എവിടെ എന്തിന് എങ്ങനെ കൊണ്ടുവരണം എന്നുള്ള വ്യക്തമായ ധാരണ കാർലോ ആൻസെലോട്ടിക്ക് ഉണ്ട്. അത് പുള്ളി കൊണ്ടുവന്നിരിക്കും, അത് ടീമിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കും. പുള്ളി ചുമ്മാ ഒന്നല്ല ബ്രസീലിന് വണ്ടി കയറിയേക്കുന്നത് എന്നുള്ള കാര്യം മാത്രം എല്ലാവരും ഓർത്താൽ മതി. സോ നെക്സ്റ്റ് മാച്ച് ക്രൊയേഷ്യ ആയിട്ടാണ്. സോ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം. കാർലോയുടെ പുതിയ തന്ത്രങ്ങളും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. താങ്ക് യു.